അന്ന് ഈ വാഹനത്തിലുണ്ടായിരുന്നത് മേയർ ആര്യ രാജേന്ദ്രനാണെന്നും മേയറുടെ ഭർത്താവ് ബാലുശ്ശേരി MLA സച്ചിൻ ദേവ് ആണെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അല്ല, എനിക്ക് അറിഞ്ഞൂടല്ല, ഇവിടുത്തെ MLA അല്ലല്ലോ. പിന്നെ മേയർ ഇവിടുത്തെ ആളായതുകൊണ്ട് മേയറിൻ്റെ കേസിൽ മേയറാണെന്ന് പിന്നീട് പോലീസ് വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൺഫേം ആയത്. എന്താ വെച്ചാൽ ഈ മദ്യപിച്ച് പറഞ്ഞ ഒരു ദൈവമാണെന്നും പലരും പറയും, ഞാൻ ദൈവമാണെന്നും മന്ത്രിയാണെന്നും പട്ടാളമാണെന്നും പല ആൾക്കാരും പറയും. മദ്യപിച്ച് പറഞ്ഞതുകൊണ്ട് ഞാനതിൽ വിലക്കെടുത്തില്ല. ഒരു പിന്നീടാണ് ഇത്രയും കേസ് നടന്ന് പിന്നീട് ഞാൻ തർക്കിച്ചപ്പോൾ അപ്പോഴാണ് മേയറാണെന്ന് പറയുന്നത്. അപ്പോഴേ എന്നിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് മേയറാണെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ടാണോ അല്ലേ എന്നുള്ളത് അറിഞ്ഞൂടല്ലേ. ഒരു മദ്യപിച്ചിരിക്കുന്ന സഹോദരൻ മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു അവരെ മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല, അത് മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കൺഫേം ആയത് അത് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ മാത്രം എന്തിനു കൊണ്ടുപോകണം സാറേ, അത് നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നത്, നീ ആദ്യം എവിടെ നിന്ന് ഇറങ്ങി വാന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചോണ്ട് പോയി. ഈ മേയർ ആര്യ രാജേന്ദ്രന്റെ സഹോദരൻ അരവിന്ദ് മാത്രമാണോ മദ്യപിച്ചിരുന്നത്? കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടെന്ന് പറയുന്നു, രാജീവ്. അദ്ദേഹം മദ്യപിച്ചതായി തോന്നുന്നു. മദ്യപിച്ചായിട്ട് എനിക്ക് തോന്നി. ഈ 3 പേരും MLA ഉൾപ്പെടെ. മേയർ മദ്യപിച്ചിരുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ ശൈലി അതായതുകൊണ്ട് തോന്നാത്തതാണോ എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷേ ഭയങ്കരമായിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ കോടതിയിൽ പോയി നീതി നേടുന്നതെന്ന് പറഞ്ഞു. കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അന്നേ എനിക്കുണ്ട് കോടതിയിൽ പോയിട്ട് നീതി നേടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോലീസിൽ എനിക്ക് വിശ്വാസമില്ല, തീരെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് കോടതി പറഞ്ഞ് FIR ഇട്ടത്. ആദ്യം ഞാനല്ലേ പരാതി കൊടുക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ തമ്മിലൊരു വഴക്കുണ്ടാകുന്നു, പരാതി ആദ്യം ആര് കൊടുക്കുന്നു അതാണ് കേസെടുക്കുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR ഇട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. നേരെ തിരിച്ച് എൻ്റെ പേപ്പർ വാങ്ങിച്ച് അലമാരയുടെ അടിയിലും വെച്ചിട്ട് മേയർ പരാതി കൊടുത്തതിന് ശേഷം മാത്രം, എന്നിട്ടും എടുത്തില്ല കേസ്. കോടതി പറഞ്ഞിട്ടാണ് കേസ്. 27-ാം തീയതി ഈ വാഹനം കൃത്യമായി പരിശോധിക്കാതെ അടുത്ത ട്രിപ്പ് തൃശ്ശൂരിലേക്ക് 27-ാം തീയതി രാത്രി 11 മണിയായപ്പോൾ 10:30 തൊട്ട് അവിടെ കിടക്കുകയായിരുന്നു വണ്ടി. അതിന് 11:15 കണ്ടക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ബസ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഡിപ്പ് നാൾ വന്ന് എടുത്തുകൊണ്ട് പോയി. അന്നേ ദിവസം തൃശ്ശൂർ വണ്ടി സർവീസിന് വിട്ടൊക്കെയാണ്. അപ്പം മെമ്മറി കാർഡ് പോകാൻ സാധ്യതയുള്ളത് ഇവിടെ വെച്ചായിരിക്കില്ല, തൃശ്ശൂർ വെച്ചാകാനാണ് സാധ്യത. 3 ദിവസം വണ്ടി തൃശ്ശൂർ പോയിട്ട് 3 ദിവസവും തൃശ്ശൂർ തന്നെ സർവീസ് പോയി വന്ന് തിരുവനന്തപുരത്ത് വന്ന് പിന്നെ അടുത്ത സർവീസ് പോയതിന് ശേഷമാണ് പോലീസ് മെമ്മറി കാർഡിനെ കുറിച്ച് തിരക്കി ഇറങ്ങുന്നത്. അപ്പോഴത്തേക്കും മെമ്മറി കാർഡ് അദൃശ്യമായി കഴിഞ്ഞു. ഈ മെമ്മറി കാർഡ് അദൃശ്യമായതുമായി ബന്ധപ്പെട്ട് യദുവിനൊപ്പം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അന്നത്തെ കണ്ടക്ടർ സുബിൻ എന്തെങ്കിലും പങ്കുള്ളതായി സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കേസിൽ സുബിനെ ആഡ് ചെയ്തിട്ടുള്ള 6ാമത്തെ പ്രതി. നേരത്തെ 5 പ്രതി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 6ാമത്തെ പ്രതി സുബിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുബിൻ അങ്ങനെ ഒരു പങ്കുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ സുബിൻ അല്ലാതെങ്കിൽ ഡിപ്പോയിൽ അധികൃതരുണ്ട്, അന്നത്തെ ATO ഉണ്ട്, CAT ഉണ്ട് എന്നുള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെല്ലാം ഇതിൽ പങ്കാളികളാവും. ഏതോ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതായിരുന്നു മേയറുടെ അന്നത്തെ പരാതി. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു പെരുമാറ്റം യദുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? ഞാൻ പട്ടത്തുനിന്ന് വണ്ടി വരുന്നു, വണ്ടി കയറ്റി വിടുന്നു, വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി കയറ്റി വിടുന്നു, വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വട്ടം വയ്ക്കുന്നു, സർക്കസ് കാണിക്കുന്നു. വൺ വേയിൽ നിങ്ങളുടെ മാധ്യമത്തിലൂടെ കണ്ടു കാണും, പല മാധ്യമങ്ങളും കാണിച്ചിട്ട് ബസ് ഫ്രണ്ടിൽ പോകുന്നു, വൺ വേയിൽ ബസ് ഫ്രണ്ടിൽ പോകുന്നു, ബാക്കിൽ നിന്ന് കാറ് വരുന്നു. ഇതിനിടയിൽ എവിടെയാണ് ആംഗ്യം കാണിച്ചതെന്നാണ്. ഈ വൺ വേയിൽ വരുമ്പോൾ ബാക്കിൽ നിന്ന് പറഞ്ഞ കാറിൽ ആംഗ്യം കാണിച്ചാൽ എങ്ങനെ കാണാൻ പറ്റും? അതിന് റിപ്പോർട്ട് പോലീസ് ഭയങ്കര സമർത്ഥമായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള കാര്യമാണ്. അതായത് യദുവിനെ മനഃപൂർവ്വം ഇതിൽ കേസിൽ പെടുത്തി ജോലി കളയാൻ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചത് റാഷ് ഡ്രൈവിങ്, നമ്മളെ വണ്ടി തട്ടാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇവർക്ക് സൈഡ് കൊടുത്തില്ല എന്നാണ് എന്ന് പറഞ്ഞാണ് വന്നത്. പിന്നീട് ഞാൻ തർക്കിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആംഗ്യത്തിലോട്ട് വന്നത്, കൈ കൊണ്ട് ആംഗ്യം കാണിച്ചെന്ന് മേയർ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ട് എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചതെന്ന്. ആ ബസ്സിൽ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോഴും ഞാൻ ചോദിച്ചു എന്ത് ആംഗ്യമാണ് ഞാൻ കാണിച്ചത്. അതിപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പീഡന കഥകൾ പോലെ ഇങ്ങനെ സ്ത്രീ വിഷയം എടുത്തിടുന്ന സ്വാഭാവികമല്ലേ, ജയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.